രാജിന്റെ ഫ്ളാറ്റിന് മുമ്പിൽ അല്പസമയത്തിന് മുമ്പാണ് ഇവിടെ നിന്ന് പൃഥ്വിരാജും സുപ്രിയയും കൂടി പുറത്തേക്ക് സിനിമ കാണാനായി കവിത തിയേറ്ററിലേക്ക് ഇറങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇരുന്നാണ് ഒരുപാട് ആലോചനകളൊക്കെ അദ്ദേഹം നടത്തിയത്. ഇന്നലെ രാത്രി കൂടി വളരെ മനോഹരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇടുകയുണ്ടായി. അച്ഛാ, ഐ നോ യു ആർ വാച്ചിങ് എന്ന് വളരെ വൈകാരികമായ ഒരു പോസ്റ്റ് അദ്ദേഹം ഇടുകയുണ്ടായി. അങ്ങനെ ഈ സിനിമയുടെ ആലോചനകളും വളരെ സ്വപ്നതുല്യമായ മലയാള സിനിമയ്ക്ക് മുന്നേറ്റം നൽകിയ അദ്ദേഹം സിനിമ കാണാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഇവിടെ തിരക്കുകളൊന്നുമില്ല. പക്ഷെ മറ്റ് തിയേറ്ററുകളിലെ തിരക്കുകൾ പോലും പൃഥ്വിരാജിന്റെ കൃത്യമായ വീക്ഷണത്തിൽ നിന്നുണ്ടായതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കൃത്യമായ മാർക്കറ്റിംഗ് രീതികൾ, സിനിമയ്ക്കെതിരെ ഉണ്ടായ നെഗറ്റീവ് കാര്യങ്ങളെ പോലും എത്ര ഗുണകരമായാണ് അത് സിനിമയുടെ കൃത്യമായ മാർക്കറ്റിംഗ് രീതിയിലേക്ക് അദ്ദേഹം ഉപയോഗിച്ചതെന്നത് എല്ലാ കാലത്തും പഠനമാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കത് കൂടാതെ എടുത്തു പറയേണ്ടത്, കേരളത്തിൽ എല്ലാ കാലത്തും മോഹൻലാൽ സിനിമകൾക്ക് ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. മോഹൻലാൽ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് വൈകാരികതയുണ്ട്. മോഹൻലാൽ മലയാളികളുടെ ഇടകലർന്ന് കിടക്കുന്ന ഒരു വികാരമാണ്. അതിനോടൊപ്പം തന്നെ വലിയൊരു ബ്രാൻഡായി ഈ സിനിമയ്ക്ക് കൂടി മാറാൻ കഴിഞ്ഞു. അതാണ് എമ്പുരാനെ ഇത്രയധികം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയുന്ന ഒരു വികാരമായി എമ്പുരാൻ മാറിയിരിക്കുന്നത്. തിയേറ്ററിലേക്ക് ആളുകൾ രാവിലെ ഒഴുകിയെത്തുകയാണ്. പോലീസ് അടക്കം ഈ കാര്യത്തിൽ വലിയ ക്രമീകരണങ്ങൾ അടക്കം എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ പോലീസിന്റെ ക്രമീകരണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത് എത്രത്തോളം സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യ ദിവസം തന്നെ പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ റെക്കോർഡുകളിട്ട സിനിമ ഇനി എത്രയെത്ര റെക്കോർഡുകൾ തിരുത്തി കൊടുക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ആദ്യം സിനിമ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവർ പറയുന്നതെങ്കിൽ, ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ വന്നാൽ എന്തായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് പറയേണ്ടതില്ല. കാരണം പരിധികളില്ലാത്ത മുന്നേറുന്ന, റെക്കോർഡുകളെല്ലാം തകർക്കുന്ന, ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്തത്ര വലിയ റെക്കോർഡുകളിലേക്ക് പോലും കുതിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായി ഈ എമ്പുരാൻ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ട്രെയിലറിലൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ കണ്ടപ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഫ്രെയിമുകൾ ആ സിനിമയിലുണ്ട് എന്നുള്ളത് തന്നെ വളരെ ഞെട്ടിക്കുന്നതാണ്. മാത്രമല്ല, സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം, അവിടെ നിന്ന് എങ്ങനെയാണ് ആ കഥാപാത്രത്തിന്റെ മിസ്റ്ററി സഞ്ചരിക്കുന്നത്, എബ്രഹാം ഖുറേഷിയിലേക്ക് ആ കഥാപാത്രം എങ്ങനെയാണ് മുന്നേറുന്നത് എന്നുള്ള ആ മിസ്റ്ററി എലമെന്റ് ആണ് ഈ സിനിമയെ ഏറ്റവും മനോഹരമായി കൂടുതൽ ആളുകളെ കാണാൻ പ്രേരിപ്പിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സിനെയും ഒരു ട്രാവൽ ഉണ്ടെന്ന് ഇതിന്റെ പിന്നണി പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നുണ്ട്. ആ ട്രാവൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഓരോ കഥാപാത്രങ്ങളും എങ്ങനെയാണ് മുന്നേറുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ ചിലപ്പോൾ അടുത്ത മൂന്നാമത്തെ പാർട്ട് കൂടി കണ്ടാലേ പൂർണ്ണമായും മനസ്സിലാകുകയുള്ളൂ. പക്ഷേ ആ രണ്ടാമത്തെ പാർട്ടിനെ വരവേൽക്കാൻ മലയാളികളാകെ ഹൃദയം തുറന്ന് ഈ സിനിമയെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. അഖില, ഒരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും, ഞാൻ ഒരുപാട് സിനിമകൾ ആദ്യ ദിവസം തന്നെ പോയി കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഷോ പോയി നേരിട്ട് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ അത് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും മലയാളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം, ഇത്രത്തോളം വൈകാരികമായി മലയാളികൾ ഒരു സിനിമയെ സ്വീകരിക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അഖില, തിയേറ്ററുകളിൽ ഓരോ തിയേറ്ററുകളിലും ആവേശം ഒരു അണുവിട ചോരാതെ നടക്കുകയാണ്. ആരാധകർ ആവേശത്തോടെ എമ്പുരാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു. സിനിമാ താരങ്ങൾ എത്തുന്നു തിയേറ്ററുകളിലേക്ക്. അങ്ങനെ ഓരോ തിയേറ്ററുകളിലും ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ, ഒന്നിനൊന്ന് മികച്ച ആവേശോജ്വലമായിട്ടുള്ള വരവേൽപ്പാണ് ആരാധകർ നൽകുന്നത്. സിനിമാ താരങ്ങൾ എത്തുന്നു. നീരജ് മാധവ്, ആന്റണി പെരുമ്പാവൂര്, മല്ലിക സുകുമാരൻ, പൃഥ്വിരാജ് അടക്കമുള്ളവർ സിനിമ കാണാനായി എത്തുന്നു. ഇപ്പോൾ പ്രണവ് മോഹൻലാലും എത്തുന്നുണ്ട്. അങ്ങനെ സിനിമാ പ്രവർത്തകരും സിനിമാ ആരാധകരും ഒന്നടങ്കം ഒരു സിനിമയെ അതിൻ്റെ സത്ത ഒട്ടും ചോരാതെ തന്നെ വരവേൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളം ഇങ്ങനെ ഒരു സിനിമയെ വരവേറ്റ ചരിത്രമുണ്ടാകില്ല. ചരിത്രത്തിൽ എഴുതപ്പെടും ഈ എമ്പുരാന്റെ റിലീസ് എന്നത് വ്യക്തമാക്കുന്നതാണ് ആരാധകരുടെ ഈ ആവേശം. ഓരോ തിയേറ്ററുകളിൽ നിന്നും അനേകം ആളുകളാണ് സിനിമ കാണാനായി എത്തുന്നത്. ഒട്ടും ആവേശം ചോരാതെ ആ സിനിമയുടെ എല്ലാ സത്യവും ഉൾക്കൊണ്ട്, പ്രത്യേകിച്ച് മോഹൻലാലിനെയാണ് എല്ലാവരും, ഇപ്പോൾ ടോവിനോ തോമസ് അടക്കം, ഇന്ദ്രജിത്ത് അടക്കം ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു സിനിമ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആരാധകർ അതേ ആവേശത്തോടെ, അതിലേറെ ആവേശത്തോടെ സിനിമയെ വരവേൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.